കുട്ടികളെ, കാട്ടിലെ അഹങ്കാരിയായ ഒരു കുറുക്കൻ്റെ കഥ കേട്ടാലോ? ഞാൻ സിന്ധു. ഇനി കഥയിലേക്ക് പോകാം. ഒരു മനോഹരമായ കാടുണ്ടായിരുന്നു. അവിടെ ചന്തു എന്നു പേരുള്ള ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. മിടുക്കനും കുസൃതിക്കാരനുമായിരുന്നു അവൻ. പക്ഷേ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി അവൻ പല നുണകൾ പറയുമായിരുന്നു. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങൾ വെള്ളം കുടിക്കുവാനായി ഒത്തുകൂടി. അപ്പോൾ ചന്തു അവിടേക്ക് ഓടിക്കിതച്ചു ചെന്നു. അവൻ ഉച്ചത്തിൽ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, നമ്മുടെ സിംഹരാജൻ്റെ മകനായ കുട്ടിക്കുറുമ്പനെ ഞാൻ രക്ഷിച്ചു. ഒരു വലിയ മലമ്പാമ്പ് അവനെ വിഴുങ്ങാൻ വന്നപ്പോൾ ഞാൻ യോദ്ധാവിനെ പോലെ ചാടി വീണു. എന്നിട്ട് സിംഹത്തെ പോലെ ഗർജിച്ചു. അപ്പോൾ പാമ്പ് പേടിച്ചോടിപ്പോയി. ചില മൃഗങ്ങൾ അത് വിശ്വസിച്ചു. അപ്പോൾ ആനക്കുട്ടി പറഞ്ഞു, നീയെപ്പോഴാ സിംഹത്തെ പോലെ ഗർജിക്കാൻ പഠിച്ചത്? അപ്പോൾ അടുത്ത മരത്തിലിരിക്കുന്ന ചെറുകിളി പറഞ്ഞു, അതൊരു നുണയാണ്. കുറുക്കൻ അവിടെ ഉണ്ടായിരുന്നില്ല. കുട്ടിക്കുറുമ്പൻ കുളത്തിൽ കളിക്കുമ്പോൾ വെള്ളത്തിൽ വീഴുകയായിരുന്നു. ഉടൻ തന്നെ അവൻ്റെ അമ്മാവൻ വന്ന് രക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ചന്തു ഒരു പൊത്തിൽ ഒളിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ചെറുകിളി സത്യം പറഞ്ഞപ്പോൾ മൃഗങ്ങൾക്ക് ചന്തുവിനോട് ദേഷ്യം തോന്നി. അവർ അവനെ കളിയാക്കി ചിരിച്ചു. ഈ ബഹളം കേട്ട് സിംഹരാജൻ അവിടേക്ക് വന്നു. സംഭവം അറിഞ്ഞപ്പോൾ സിംഹരാജന് ദേഷ്യം വന്നു. സിംഹരാജൻ ഗൗരവത്തോടെ പറഞ്ഞു, നുണ പറഞ്ഞ് അഭിനയിക്കുന്നത് ഭീരുത്വമാണ്. നിന്നെ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ലെങ്കിൽ നിന്റെ സ്ഥാനം എന്താണ്? എന്നിട്ട് സിംഹരാജൻ ഒരു ശിക്ഷ വിധിച്ചു. ഇന്നു മുതൽ ഒരാഴ്ചത്തേക്ക് നിനക്ക് കുളത്തിനടുത്തേക്ക് വരാൻ അനുവാദമില്ല. ഒറ്റയ്ക്കിരുന്ന് നീ ചെയ്ത തെറ്റ് മനസ്സിലാക്കണം. നുണ പറയുന്നവന് സമൂഹത്തിലൊരു സ്ഥാനവുമില്ല. ചന്തു തല താഴ്ത്തി തെറ്റ് മനസ്സിലാക്കി. കുട്ടികളെ, സത്യസന്ധതയാണ് ഏറ്റവും വലിയ ധൈര്യം. അതുകൊണ്ട് എപ്പോഴും സത്യം മാത്രം പറയുക.